അറസ്റ്റിലാകുന്ന മന്ത്രിമാരുടെ സ്ഥാനം തെറിപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എതിർക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളിലും വൻ പ്രതിഷേധമുയർന്നു. സഖ്യകക്ഷികളെ വിരട്ടാനും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വേട്ടയാടാനും വേണ്ടിയാണ് പുതിയ ബില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ഒരു സൂചനയുമില്ലാതെ കൊണ്ടുവരുന്ന ബിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പി സന്തോഷ് കുമാർ എം പി മീഡിയയോട് പറഞ്ഞു. Held on the 19th August 2025, agreed without any amendment to the Mines and Minerals Development and Regulation Amendment Bill 2025 passed by Lok Sabha. Item number 8, the committee on absence of members from sitting of the House in their second report presented to the House on 19th August 2025 have been recommended that a leave of absence from the sitting of the House to be granted to the members as indicated in the report. Is it the pleasure of the House that the leave as recommended by the committee be granted? Honorable Speaker, the members will be informed accordingly. Item number 9, Chandrajit Singh, Chennai. Yes, sir. Sir, I rise to present a copy each of the 14th, 15th, 16th, 17th, 18th, 19th and 20th and 21st reports, Hindi and English version of the Standing Committee on Agriculture, Animal Husbandry, Food Processing 2024-25 as listed my name against my name at serial number 9 in today's list of business. Thank you. 7, Kalyan Wajinath Rao Khale. सर महोदय, मैं आपकी अनुमति से मैं आज की कार्यसूची में क्रम संख्या 11 पर मेरे नाम के सामने यथा सूचीबद्ध रसायन और उर्वरक संबंधी स्थायी समिति का 9वां, 10वां, 11वां, 12वां और 13वां प्रतिवेदन हिंदी तथा अंग्रेजी संस्करण प्रस्तुत करता हूँ. धन्यवाद. Item number 10, Charanjit Singh, Chennai. ഡി ധനസുമോദ് വിവരമായി ചേർന്നു. സുമോദ്, ഇപ്പോൾ രാജ്യസഭയിലാണോ ബഹളം? ഇപ്പോൾ ലോക്സഭയിലും പ്രതിപക്ഷ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിലെ ഒരു വിഭാഗം എംപിമാരാണ്, പ്രതിപക്ഷത്തുള്ള എംപിമാരാണ് പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന്, വോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധം, എല്ലാ ദിവസവും ഉള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രതിഷേധം തന്നെയാണുള്ളത്. രണ്ടാമത്, ഈ തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം, ഈ തരത്തിലുള്ളൊരു ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഇത് അവതരിപ്പിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ ബില്ലിന് എതിരായിട്ട് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു കൃത്യമായി അവർക്ക് എന്താണ് ആ നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്നുള്ളൊരു കാര്യം പറയാൻ ഒരു അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും ബില്ല് അവതരണം നടക്കുക. അമിത്ഷായായിരിക്കും ബില്ല് അവതരിപ്പിക്കുക. അതിനുശേഷം വേണമെങ്കിൽ ആ ഒരു വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ ഒരു വോട്ടിങ്ങിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് ഇത് JPC-യിലേക്ക് വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സഭ നാളെ പിരിയാനിരിക്കുകയാണ്. ഈ നിർണായകമായിട്ടുള്ള ബിൽ, അതായത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ജയിലിൽ പോയാൽ 30 ദിവസം തടവിൽ കഴിയേണ്ടി വന്നാൽ 31ാമത്തെ ദിവസം തന്നെ അവരുടെ സ്ഥാനം നഷ്ടമാകുന്ന ഏറ്റവും ഭരണഘടനാ ബില്ലാണ് അവതരിപ്പിക്കുന്നത്. ഇത് കേവലം ഭരണഘടനാ ഭേദഗതി മാത്രം ചെയ്താൽ പോരാ, 3 തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി വേണം. ഇത് സംസ്ഥാനങ്ങളിൽ നടത്തണം. ഇതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എങ്ങനെയാണോ മാറ്റം വരുത്തേണ്ടത്, ഈ കണ്ടന്റ് ഒന്നാണെങ്കിൽ പോലും അതിനുവേണ്ടി പ്രത്യേകം ബില്ല് അവതരിപ്പിക്കണം. 3ാമത്തെ ബില്ല് ജമ്മു കാശ്മീർ സംസ്ഥാന ഭേദഗതി ബിൽ, അതിൽ ഒരു ആഡ് ചെയ്ത് അതുകൂടി അവതരിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള 3 ബില്ലുകൾ അവതരിപ്പിച്ചാൽ മാത്രമാണ് ഒരു ബില്ല് അവതരണം എന്ന രീതിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരെ
അറസ്റ്റ് ചെയ്താൽ അവരെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാവുന്ന 3 ബില്ലുകൾ ഉപയോഗിച്ചുള്ള ഒരു ഭരണഘടനാ ഭേദഗതി നീക്കമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുകയാണ്. നേരത്തെ ലോക്സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 വരെ നിർത്തിവെച്ചിരുന്നു. വീണ്ടും പുനരാരംഭിച്ചപ്പോൾ ബഹളം തുടരുകയാണ്. സുമോദ്, ഈ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് വോട്ട് കൊള്ളയെ കുറിച്ചാണോ അതല്ല ഈ പുതിയ ബില്ലിനെ കുറിച്ചാണോ? including private educational institution pertaining to the Department of Higher Education, Ministry of Education. വോട്ടുകൊള്ള തടയണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ബഹളം വെച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റു തരത്തിലുള്ള ഒരു പ്ലക്കാർഡ് ഉയർത്തിയിട്ടില്ല. അതായത് ഇത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി അനുവദിക്കില്ല എന്ന തരത്തിലുള്ള കാര്യം കൃത്യമായ നോട്ടീസാണ് അവർ നൽകിയിരിക്കുന്നത്. അതൊരു ഭരണഘടനാപരമായിട്ട് തന്നെ ഇവിടെ എത്തിയതിനു ശേഷം, ലോക്സഭയിൽ എത്തിയതിനു ശേഷം ഇക്കാര്യം അവതരിപ്പിക്കാം എന്നാണ് കരുതിയിരിക്കുന്നത്. സാധാരണ PSC ചെയർമാൻ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർ നോട്ടീസ് നൽകിയാൽ അത് കൃത്യമായി ആ നോട്ടീസ് വായിക്കുകയും അവർക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു അനുമതി കൊടുക്കുകയാണ് പതിവുള്ളത്. അതനുസരിച്ച് തന്നെ അങ്ങനെ ഒരു അവസരം KC വേണുഗോപാലിന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സഭയിൽ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല. ഉടൻ ബില്ല് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സുമോ.